ഇസ്രായേൽ ലീഡർഷിപ്പ് ഇപ്പോൾ വിചാരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡമസ്കസിൽ പോയി ഷറയെ പൊക്കിക്കൊണ്ടു ഷറയെ പൊക്കിയെടുക്കാം. പുട്ടിനൊരു ആവശ്യം കൂടിയുണ്ട്, നമുക്ക് അവിടെ കീവിൽ പോയിട്ട് സെലൻസ്കിയെ പൊക്കിക്കൊണ്ടുവരാം. ചൈന ഇരിക്കുന്ന സീപ്പിങ് ഇപ്പോൾ ആലോചിക്കുന്നതാണ് തായ്പയിൽ പോയിട്ട് അവിടുത്തെ പ്രസിഡന്റിനെ പൊക്കിക്കൊണ്ടുവരാം. അങ്ങനെ പൊക്കിക്കൊണ്ടുവന്ന് ആർക്കാ ചോദിക്കാൻ പറ്റുക? ഈ മെഡൂറോയെ പൊക്കിയത് ഭയങ്കര ആവേശത്തോടു കൂടി അവർ കാണുന്നുണ്ട്. നോക്കൂ, മെഡൂറോയെ കിഡ്നാപ്പ് ചെയ്തു, അത് എന്തോ ആട്ടെ, അതിൽ കൺസ്പിറസി തിയറീസൊക്കെ മാറ്റി നിർത്തി കഴിഞ്ഞാൽ അതിൽ ബാക്കിയാവുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു ഇൻ്റർനാഷണൽ ലോയും ബാധകമല്ല. ആർക്കും എവിടെ പോയിട്ടും ഈവൻ ഏതൊരു പരമാധികാരി രാജ്യത്തിൻ്റെ പ്രസിഡൻറ്റിനെ ജീവനോടെ തൂക്കിയെടുത്ത് കൊണ്ടുവരാൻ പറ്റും എന്നൊരു സെനാരിയോ സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട്. നമുക്ക് മുമ്പ് അമേരിക്ക അഫ്ഗാനിസ്ഥാൻ ആക്രമിച്ചപ്പോൾ, ഇറാഖിനെ ആക്രമിച്ചപ്പോഴൊക്കെയും ഒരു ന്യായം പറഞ്ഞിരുന്നു ലോകത്തോട്. ഇൻ്റർനാഷണൽ ലോ പ്രകാരം അവർ ഇന്നത് ചെയ്തു, അത് ചെയ്തു, ഇത് ചെയ്തു എന്ന ന്യായം പറഞ്ഞിട്ടാണ്. പറഞ്ഞത് തെറ്റോ ശരിയോ എന്നുള്ള വേറെ വിഷയം, അതിലെ ഫാക്ട്സ് എന്താണെന്ന് പോട്ടെ. പക്ഷെ പുറമേക്ക് പറഞ്ഞത് എന്താണ്? അവിടെ വെപ്പൺസ് ഓഫ് മാസ് ഡിസ്ട്രക്ഷൻ ഉണ്ട് ഇറാഖിൽ, മറ്റൊടുത്ത് അവർ ഇൻ്റർനാഷണൽ ടെററിസ്റ്റിനെ അവർ ഹോസ്റ്റ് ചെയ്യുന്നു, ഉസാമ ബിൻ ലാദനെ ഹോസ്റ്റ് ചെയ്തു. ഇങ്ങനെ ലോകത്തോടൊരു ന്യായം പറഞ്ഞ് ഇൻ്റർനാഷണൽ ലോ പറഞ്ഞിട്ടാണ് ടു സം എക്സ്റ്റെൻറ്റ് UN-ൻ്റെ ഒരു എൻഡോഴ്സ്മെൻറ്റോടുകൂടിയാണ് ഈ പറയുന്ന പരിപാടികളൊക്കെ അമേരിക്ക നടത്തിയത്. പക്ഷേ ഇവിടെ എന്ത് നടന്നത്? വെനസ്വേല എന്താണ്? ഡയറക്റ്റ് പോയി ഇയാളെ പൊക്കിയെടുത്തുകൊണ്ടുമാണ്. ഇൻ്റർനാഷണൽ ഇതിനെ JD വാൻസ് അതിനെ ഈ ഇൻ്റർനാഷണൽ ലോയുടെ ഭാഷയിൽ വിശദീകരിക്കാൻ വേണ്ടി ശ്രമിക്കുമ്പോൾ, ആ പത്രസമ്മേളനത്തിൽ മാധ്യമപ്രവർത്തകർ വിശദീകരിക്കാൻ ശ്രമിക്കുമ്പോൾ അണ്ണൻ അകത്തുനിന്ന് ഏന്തി വന്നിട്ട് ഓയിൽ ഓൾസോ എന്ന് പറയുന്നുണ്ട്. കേട്ടില്ലേ? ഇങ്ങനെയാണ് കാര്യങ്ങൾ കാണുന്നത്. അപ്പോൾ ഇത് ഇസ്രായേലിനെ ഇപ്പോൾ എന്താ ലോകത്തുണ്ടായ ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇസ്രായേൽ ലീഡർഷിപ്പ് ഇപ്പോൾ വിചാരിക്കുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത മതി, നമുക്ക് ഡമസ്കസിൽ പോയി ഷറയെ പൊക്കിക്കൊണ്ടു ഷറയെ പൊക്കിയെടുക്കാം എന്ന് ഇസ്രായേലിന് ഒരു ആവേശമായിട്ടുണ്ട്. പുട്ടിനൊരു ആവേശം കൂടിയുണ്ട്, നമുക്ക് അവിടെ കീവിൽ പോയിട്ട് സെലൻസ്കിയെ പൊക്കിക്കൊണ്ടുവരാം. സീപ്പിങ് ഉണ്ടല്ലോ ബെയ്ജിങ്ങിൽ, ചൈന ഇരിക്കുന്ന സീപ്പിങ് ഇപ്പോൾ ആലോചിക്കുന്നതാണ് തായ്പയിൽ പോയിട്ട് അവിടുത്തെ പ്രസിഡന്റിനെ പൊക്കിക്കൊണ്ടുവരാം. അങ്ങനെ പൊക്കിക്കൊണ്ടുവന്ന് ആർക്കാ ചോദിക്കാൻ പറ്റുക? കാരണം ദ തിങ് ഹാസ് ബീൻ എസ്റ്റാബ്ലിഷ്ഡ്, ഇങ്ങനെയൊക്കെ ചെയ്യാം എന്നത് ലോകത്തിൻ്റെ ഗാർഡിയനായിട്ടുള്ള അമേരിക്ക ചെയ്ത് കാണിച്ചു. അപ്പം അങ്ങനത്തെ ഒരു സെനാരിയോ ലോകത്ത് സൃഷ്ടിക്കപ്പെട്ടിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ മുമ്പ് പറയുന്നൊരു നമുക്ക് അങ്ങനെ ഒരു യൂണിഫൈഡ് ബ്ലോക്കുകൾ, പൊളിറ്റിക്കൽ ബ്ലോക്കുകൾ ഇന്ന് ലോകരാഷ്ട്രീയത്തിലില്ല. ഡിസൻറ്റഗ്രേഷൻ ഓഫ് ഇൻട്രസ്റ്റ് എന്ന് പറയാൻ ഈ താല്പര്യങ്ങളുടെ ചിതറൽ സംഭവിച്ചിരിക്കുകയാണ്. ഓരോ രാജ്യത്തിനും അവരുടേതായ ഇൻഡിവിജ്വൽ ഇൻട്രസ്റ്റുകൾ അതിനകത്ത് ഓരോരുത്തരും പ്ലേ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് കടന്നു കഴിഞ്ഞു.